നിങ്ങളുടെ മകൻ ഞങ്ങളുടെ സ്കൂളിന്റെ അഭിമാനമാണ്. നാഷണൽ ലെവലിൽ ബെസ്റ്റ് സ്റ്റുഡന്റ് ആയിട്ട് സെലക്ട് ആയി കഴിഞ്ഞു. പോണ്ടിച്ചേരിയിൽ വെച്ചാണ് അവാർഡ് തന്നെ നടക്കുന്നത്. ആകാശ്, ഐ ആം വെരി പ്രൗഡ് ഓഫ് യു. താങ്ക് യു സർ. ആ അല്ല, വെക്കേഷൻ ക്ലാസ്സിൽ ഏതിലാ ജോയിൻ ചെയ്യാൻ പോകുന്നത്? മ്യൂസിക്. മ്യൂസിക് കരാട്ടെ വേണ്ടച്ചാ, മ്യൂസിക് ക്ലാസ് മാത്രം മതി. അതുകൊണ്ട് എന്താ, നമുക്ക് രണ്ടിലും ചേരാം. പാടിക്കൊണ്ട് അടിക്കാം, അടിച്ചോണ്ട് പാടാം, അല്ലേ സാർ? യെസ്. രണ്ടിനും ചേർത്ത് ഫീസ് എത്രയാ? $60,000 സർ. അത്രേ ഉള്ളൂ, അടച്ചോളൂ. അയ്യോ അയ്യോ, എന്റെ മാനം കളഞ്ഞല്ലോടാ. ആ രാക്കിരൺ ബ്രാൻഡ് അണ്ടർവെയർ നിന്റെ സ്കൂളിൽ എല്ലാവരും കണ്ടോ? അതുമാത്രമല്ല, സ്കൂളിലുള്ള കുട്ടികളെല്ലാരും നീ അച്ഛനെ പോലെയാണ് ഇട്ടിരിക്കുന്നതെന്ന് വെച്ചിട്ട് പൊക്കി പൊക്കി നോക്കാം മുത്തശ്ശ. അയ്യോ എന്റെ കണ്ണാ, നിന്റെ മാനവും പോയോ? അത് കഴിഞ്ഞ് ബേക്കറിയിൽ എന്താ സംഭവിച്ചെന്നറിയോ? എന്താണ് നടന്നത്? ആ മിച്ചർ പാക്കറ്റ് എടുത്ത്. ആകാശ്, ഇന്ന് മുത്തച്ഛൻ വന്നില്ലേ? ഇല്ല. ഇത് പുതിയ ഡ്രൈവറാ. അടിക്കലേ സാർ? അറിയാതെ പറഞ്ഞേ സാർ. കണ്ടിട്ട് അച്ഛനും തോന്നില്ല. ഡ്രൈവറാണോ? ആരെങ്കിലും ചോദിച്ചു? അയ്യോ, അതാണല്ലേ സംഭവം. എന്നിട്ട് ഈ ഓട്ടോയുടെ കണക്കും ബേക്കറി കണക്കും അങ്ങോട്ട് ഒക്കുന്നില്ലോ എന്ന് ഞാൻ വിചാരിച്ചു. കണക്കൊക്കാത്തതല്ല, നിന്റെ അപ്പനെ എനിക്ക് ടോപ്പിച്ചതാ. കറക്റ്റ്. അച്ഛൻ അത് തന്നെ പണി. അന്ന് രാഖിച്ചേട്ടൻ കൊറേ ഗുണ്ടകളെ സ്കൂളിലേക്ക് വിളിച്ചിട്ട് വന്ന് അച്ഛനും ചേർന്ന് അടി പിടി എനിക്ക് വരാൻ പറ്റില്ലടാ. എന്റെ മോനൊരു അവാർഡ് കിട്ടുന്നുണ്ട്. ഞാൻ പോണ്ടിച്ചേരിയിൽ പോയേ പറ്റൂ. മുത്തശ്ശ, അച്ഛൻ എന്താ പോണ്ടിച്ചേരിക്ക് വരാന്ന് പറയുന്നേ? അയ്യോ, ഇവനെ പോണ്ടിച്ചേരിക്ക് വിട്ടാൽ ശരിയാവില്ല. ഇവൻ എവിടെ ചെന്നാലും പ്രശ്നമാ. അല്ല മോനെ, അവിടുത്തെ സിഎം വരെ എന്റെ ഫ്രണ്ടാ. മുത്തശ്ശ, അച്ഛൻ്റെ കൂടെ പോണ്ടിച്ചേരിക്ക് പോകാൻ എനിക്ക് നാണക്കേടാ. അവിടെ വന്ന് നാണം കെടുത്തു മുത്തശ്ശ. ഞാൻ അച്ഛൻ്റെ കൂടെ പോവില്ല. പോണ്ടിച്ചേരി തൊട്ടടുത്തല്ലേടാ. ദേവദാസിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ സേഫായി കൊണ്ടുപോയി കൊണ്ടുവന്നോളൂ. അവാർഡ് വാങ്ങാൻ പോകുന്ന എൻ്റെ മോൻ, അത് കാണേണ്ടത് ഞാനാ, അല്ലാതെ ഡ്രൈവറും തോട്ടക്കാരനൊന്നല്ല. അച്ഛൻ തന്നെയല്ലേ പറഞ്ഞത്, വെക്കേഷൻ മൊത്തം അവനൊപ്പം ചെലവഴിക്ക്, എന്നാലേ അവനോട് സ്നേഹം വരുമെന്ന്. എങ്ങനെ സ്നേഹം ഉണ്ടാകാനാ? എങ്ങനെ ഉണ്ടാവും? ഞാൻ അവന്റെ കൂടെ ഇരുന്ന് അവന് ഇഷ്ടപ്പെട്ടതൊക്കെ ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് നീയോ നിന്റെ ഇഷ്ടങ്ങൾ അവന്റെ തലയിൽ കെട്ടിവെക്കുക. അവന് മ്യൂസിക് ക്ലാസ്സിൽ ചേരണമെന്നല്ലേ പറഞ്ഞത്? അവന് ഇഷ്ടമില്ലാത്ത കരാട്ടെ ക്ലാസ്സിൽ എന്തിനാ ചേർത്തത്? നിന്നെ പോലെ അടിപിടി ഉണ്ടാക്കാനാ? ഒരു കാര്യം പറഞ്ഞ് നീ വിഷമിക്കരുത്. ആകാശിന് നീ അച്ഛനാണെന്ന് പറയുന്നത് പോലും അപമാനമാണ്. ഇതെവിടെ നിന്നാണ് കാറ്റ് പോണത്? പഞ്ചറായ എന്താടാ കുശു കുശി? എന്താടാ ലേറ്റായേ? നീയല്ലേ വീട്ടിൽ പോയില്ലേ? ഞാൻ എവിടെ ലേറ്റ്? നീയല്ലേ 10 മണിക്ക് വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വന്നേക്കുന്നത്? മണി 10 3:30 ആയിട്ടുള്ളൂ. നീ പറഞ്ഞത് രാത്രി 10 മണി, ഇപ്പൊ വെളുപ്പാങ്കാലം 3 മണിയായി. മുതലാളി എന്താ അവിടെ ഒരു ഒച്ചപ്പാട്? സാറിന് അല്ല, ദേവദാസ് വന്നിരിക്കുന്നു മുതലാളി. അതെന്താടാ നിന്റെ കയ്യില്? അത് കല്യാണി. അത് മുതലാളി വാങ്ങിക്കാൻ പറഞ്ഞ മനസ്സിന് വിഷമം വരുമ്പോ. ശരി ശരി, പ്രശ്നം ഉണ്ടാക്കാതെ ഓട്ടോ പറഞ്ഞു വിടാൻ നോക്ക്. ദേവദാസേ, വണ്ടി കഴുകി വെക്ക്. ശരി മുതലാളി. എടാ, ഇവരുടെ വണ്ടി ഞാൻ എടാ മണ്ട, മുതലാളിനോട് ഓട്ടോ അല്ല കഴിവാൻ പറഞ്ഞത്, കാറാടാ കഴിവാൻ പറഞ്ഞത്. രാവിലെ പോണ്ടിച്ചേരി പോകാനുള്ളതാ. പോണ്ടിച്ചേരിക്കോ? ഞാൻ പോണ്ടിച്ചേരി എന്നല്ലേ വന്നേ. പറഞ്ഞിരുന്നത് അവിടെ തന്നെ കാര്യമില്ല. പിടിച്ചോ. 100 രൂപയാ? നോക്കട്ടെ. 100 തന്നെയാണല്ലോ. ബാക്കി നീ തന്നെ വെച്ചോ. ബാക്കി താൻ തന്നെ തരണം. മൊത്തം 6000 രൂപ.
എന്ത് 6000? എടാ നീ ഈ ഓട്ടോ വിലക്ക് വാങ്ങിച്ചോ? ഇവന്റെ ആട്ടം ആക്രിക്കാര് പോലും വരില്ല, പിന്നാണ് വിലക്ക് വാങ്ങണേ. എടാ നിനക്ക് ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങോട്ട് വരെ 6000? ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നതല്ല, പോണ്ടിച്ചേരി ഇങ്ങോട്ട് വന്നതാണ്. എടാ പോണ്ടിച്ചേരി ഇങ്ങോട്ട് ആരെങ്കിലും ഓട്ടോ വിളിച്ച് വരുവോടെ? ഞാൻ വന്നല്ല. എടാ നീ ദേവദാസ് എന്ന പേരും വെച്ചിട്ട് 24 മണിക്കൂറും കുടിച്ചോണ്ടിരിക്കോ? ഗാന്ധിന്ന് പേര് വെച്ചിട്ട് കുടിച്ചാലാ കുഴപ്പം, ദേവദാസ് പേര് വെച്ചിട്ട് കുടിക്കാതിരുന്നാലാ നീ കുഴപ്പം. കുടിച്ചോണ്ടിരുന്ന നീ ഉണ്ടാവില്ല. എടാ എന്നോടാ ചോദിക്കുന്ന, എന്തൊക്കെയായാലും പോണ്ടിച്ചേരി ഇങ്ങോട്ട് വരാൻ 6000 രൂപ വാടകയോ? പോണ്ടിച്ചേരി ഇങ്ങോട്ട് വരെ 3000 ഉള്ളു. റിട്ടേൺ പോകുന്നുണ്ടല്ലോ, അതിനൊരു 3000. എന്താടാ 6000 രൂപയല്ലേ? എന്താ വെച്ചോ, ഞാനും നിന്റെ കൂടെ ഓട്ടോയിൽ പോണ്ടിച്ചേരി വരാൻ പോവാ. നീ എന്തിനു പോണ്ടിച്ചേരിക്ക് പോണേ? ഓട്ടോ വെറുതെ അല്ലേ റിട്ടേൺ പോകുന്നത്? മുതലാളിയുടെ കാശ് ഞാൻ വെറുതെ കളയില്ല. ഞാനും നിന്റെ കൂടെ വരാം. മുതലാളി ഇനിയും കഴിഞ്ഞില്ലേ? വന്നു മുതലാളി. സെക്യൂരിറ്റി നീ ഇവനോട് ഓട്ടോ കയറി പോണ്ടിച്ചേരിയിൽ ഇറങ്ങിക്കോ. എന്തിന്? ഓട്ടോ വെറുതെ പോവല്ലേ, മുതലാളിയുടെ കാശ് ആർക്കും തിന്നാൻ കൊടുക്കില്ല. അങ്ങനെ വെറുതെ വിടില്ല. നീ പോണ്ടിച്ചേരിക്ക് വിട്ടോ. അപ്പൊ റിട്ടേൺ വരാനോ? നീ അതേ വണ്ടി തന്നെ ഇങ്ങോട്ട് തിരിച്ചു വിട്ടോ. ഒന്ന് പെട്ടെന്ന് അടിക്കാമോ? പെട്രോൾ വില ഇപ്പൊ കൂടൂട്ടാ. ഇന്ന് എത്ര പൈസ കൂടിയാവോ? ആ ഒന്നും ചോദിക്കാൻ പാടില്ല. ഹലോ ആകാശ് ഇറങ്ങിയോ? ആ ഞങ്ങൾ ഇറങ്ങി. ദേവദാസ് അങ്കിള് ഡീസൽ അടിച്ചോണ്ടിരിക്കുക. അപ്പൊ നീ അച്ഛന്റെ കൂടെ അല്ലേ പോയത്? ഞാൻ പറഞ്ഞതല്ലേ അച്ഛന്റെ കൂടെ പോകാവൂന്ന്. ഞാൻ അച്ഛന്റെ ഒപ്പം തന്നെ പോണം. നീ എത്ര ഹേർട്ട് ചെയ്താലും നിന്റെ കൂടെ വരാന്ന് അച്ഛൻ ഓക്കെ പറഞ്ഞതല്ലേ. ഹീസ് വെരി ഗ്രേറ്റ്. ആരാണ് ഇത്രയ്ക്ക് ഗ്രേറ്റ്? അമ്മ കാരണം ഫോൺ പൊട്ടിച്ചില്ലേ, അവരാ. അതിന് പുതിയ ഫോൺ വാങ്ങാന്ന് പറഞ്ഞല്ലേ, അതങ്ങ് കൊടുത്തേക്കാം. ഹലോ കഴിക്ക. ശരി ശരി, ഞാൻ പിന്നെ വിളിക്കാട്ടോ. മലയാളി ചാവി കിടാ, ഞാൻ വിളിക്കാം. മാറിയിട്ട് പോയേ, മാറ്. അല്ല മലയാളി, പനി ആയതുകൊണ്ട് ബ്രാൻഡിൽ പെപ്പർ ഇട്ടൊരു പിടി പിടിച്ചതാ. പനി വന്ന ബ്രാൻഡി. അപ്പൊ പച്ചവെള്ളം എപ്പോഴാ കുടിക്കുന്നത്? പച്ചവെള്ളം ചേർത്തല്ലേ അടിക്കണേ മുതലാളി. അങ്ങോട്ട് മാറിയിരിക്കണം. ഹലോ പറയടാ രാക്കി. മുതലാളി മുടിച്ചൊരു ചെലവില്ലേ, സ്ഥലം നമുക്ക് തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറ്റില്ലെന്ന് പറയാ. ചോദിച്ചപ്പോ ചേട്ടനോ അനിയനും സമ്മതിക്കില്ലെന്ന്. ഈ സ്ഥലം വിൽപ്പനയ്ക്ക് മാത്രം എവിടെ നട ചേട്ടനോ അനിയനൊക്കെ വരുന്നത്? അത് അവന്റെ അപ്പനോട് എന്റെ ഷൂലേസ്, നീ ഫോൺ സംസാരിക്കും. മുതലാളി എനിക്ക് അതൊന്നും അറിയില്ല. ഒരു 10 മിനിറ്റ് വന്നിട്ട് പോയാ പ്രശ്നമെല്ലാം സോൾവ് ആവും. അച്ഛാ വിവരമില്ലാത്തവനെ എന്നെ വിളിച്ചു മുതലാളി. ഞാൻ ആകാശിനൊപ്പം പോണ്ടിച്ചേരി വരെ പോകുന്നു പറഞ്ഞല്ലടാ. മുതലാളി നിങ്ങൾ വരാതിരുന്ന കൊടുത്ത അഡ്വാൻസ് കയ്യിൽ നിന്ന് പോകും. ഒരു 5 മിനിറ്റ് പോകുന്ന വഴിയല്ലേ. മുതലാളി നിങ്ങൾ നേരെ സ്പോട്ടിലേക്ക് വിട്ടോ, ഞാൻ ആകാശിനെ കൂട്ടി പോകാൻ പറ്റിട്ടോളാം. ബോംബെ പോണ്ടിച്ചേരിക്കാടാ പോണ്ടത്. അങ്ങനെ തെളിച്ചു പറയാ മുതലാളി. ഹലോ ആകാശ് അവിടെ എത്തിയോ? ഇതുവരെ ചെന്നൈ എത്തിയിട്ടില്ല. അതെന്താ? അതിനിടയ്ക്ക് എന്റെ അച്ഛന് ഒരു ബിസിനസ് ഡീൽ വന്നു. പോകുന്ന വഴിയിൽ എന്ത് ബിസിനസ്? വേറെ എന്ത്, അടിപിടി തന്നെ. അതാണല്ലോ അച്ഛന്റെ മെയിൻ ബിസിനസ്. 5 മിനിറ്റിൽ വരാന്നും പറഞ്ഞു പോയതാ. ഇപ്പൊ തന്നെ 2 മണിക്കൂർ. ബിസിനസ് സ്റ്റാർട്ടായി. ഇനി 5 മിനിറ്റിൽ തീരും. ചേട്ടാ എല്ലാത്തിനും ഇവനാ കാരണം. അച്ഛന്റെ രഹസ്യ ഭാര്യയിൽ ഇങ്ങനെ ഒരു മകനുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. പെട്ടെന്ന് അനിയനാണെന്നും പറഞ്ഞ് അവകാശവാദവും പറഞ്ഞു വന്ന് ഈ സ്ഥലം വിൽക്കാനും സമ്മതിക്കുന്നില്ല ചേട്ടാ. ആരുടെ രഹസ്യപരയുടെ മോൻ? എന്റെ അമ്മ അച്ഛനോട് ഇഷ്ടപ്പെട്ട ജീവിച്ചതാ. നിന്റെ അമ്മയോടെ എന്റെ അച്ഛനെ വളച്ചോണ്ട് പോയത്. ആരാരെ വെച്ചോണ്ടത് എനിക്ക് തരാം. ദാസേ ഇത്ര വേഗം പോണ്ടിച്ചേരിലെത്തിയ ഭയങ്കര സ്പീഡാ നിങ്ങട്ടാ. അച്ഛാ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യണ്ട. ഇറങ്ങിയിട്ട് 2 മണിക്കൂറായില്ലേ. വിഷമിക്കാതടാ, നമ്മൾ ടൈമിന് എന്നോട് സമയത്തിനാണെങ്കിൽ ഹെലികോപ്റ്റർ വിളിക്കേണ്ടി വരും. രാക്കി വിളിച്ചോ മുതലാളി? വേഗം ഒരു ഹെലികോപ്റ്റർ അറേഞ്ച്. എന്തിനു മരുന്നടിക്കാനാ മുതലാളി? കൊച്ചു മുതലാളിക്ക് കളിക്കാനാടാ. ഇവിടെ ഫാൻസി ഷോപ്പ് എവിടെയുള്ള? പോയി ചെറുതാക്കി കിട്ടുകൾ കളിച്ചോ. ചേട്ടാ പോടാ. അയ്യോ അടുത്ത് ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ഹെലികോപ്റ്റർ ഇറക്കാൻ പറ. പെട്ടെന്ന് പോണ്ടിച്ചേരി. അപ്പൊ ഇത് പോണ്ടിച്ചേരി അല്ലേ? അല്ല വേളച്ചേരി. മാറ്. മുതലാളി നമുക്കൊരു ഹെലികോപ്റ്റർ മേടിച്ചാലോ? അതിന് ഞാൻ തന്നെ ഡ്രൈവർ ആയിക്കൊള്ളാന്നേ. അത് ഡ്രൈവറല്ല, പൈലറ്റ് ദാസങ്കൾ. ഹലോ, ഫംഗ്ഷൻ തുടങ്ങാറായോ? അത് അവിടെ എത്തിയാലല്ലേ അറിയൂ. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല.
ഓൾറെഡി ലേറ്റാ. ഇനി സമയത്തിന് എത്തണമെങ്കിൽ പറന്ന് തന്നെ പോണം. പറക്കാനാ പോകുന്നേ. അതിനച്ഛൻ ഹെലികോപ്റ്റർ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഹെലികോപ്റ്ററാ? റിയലി? മുതലാളി ഹെലികോപ്റ്റർ വന്നോട്ടാ. ആ അർണോൾഡൊക്കെ ഹെലികോപ്റ്റർ ആയിട്ട് വരുന്നുണ്ട്. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. മമ്മി, ആകാശിനെ അവന്റെ അച്ഛൻ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോകാൻ പോവാ. സച്ച് ലക്കി ബോയ് നോ? സച്ച് ലക്കി ബോയ് അല്ലേ? ഇങ്ങനെ പോയല്ലേ റോക്കറ്റിലായിരിക്കും അവനെ അയക്കുക. ഏയ് അർണോൾഡ്, ഞാനും മുതലാളി ഇവിടെ നിൽക്കണേ. ഞങ്ങളെ കാണണ്ട. ഫോൺ വിളിക്കണേ നാശം പിടിക്കാൻ. മുതലാളി അർണോൾഡ് വിളിക്കണേ. ഹലോ അർണോൾഡ്. ഏയ് അർണോൾഡ്, ഹെലികോപ്റ്റർ ഇവിടെ ഇറക്കണേ. അർണോൾഡ്, ഹെലികോപ്റ്റർ ഇവിടെ ഇവിടെ. ആ മേലേക്കാരുടെ സാധനം ഓഫ് ചെയ്ത് പറയടാ. ഇത് എവിടൊക്കെ പോണേ? മുതലാളി അവൻ നമ്മളെ തന്നെ പൊട്ടിച്ചിരിക്കുവാ. എടാ ഇങ്ങോട്ട് വാടാ. അയ്യോ, നീ വേറെ വഴിക്കാ പോണേ. ഇങ്ങോട്ട് വാടാ. അയ്യോ എടാ അർണോൾഡ്. എടാ എന്താണ് ഈ വണ്ടി കൊണ്ടുവന്നേക്കണേ? ഇത് നല്ല ഐഡിയ അങ്ങനെ പറ മുതലാളി. മുതലാളി ഹെലികോപ്റ്റർ കൊണ്ടുവരാൻ പറഞ്ഞു. ഇവ ശവവണ്ടി കൊണ്ടുവന്നേക്കണേ. എടാ ഇത് ഡെഡ് ബോഡി കയറ്റുന്ന വണ്ടിയാടാ. മീൻ വണ്ടിയെ കൊണ്ടുവരണ്ടിരുന്നേ. ഇപ്പൊ അർജന്റായിട്ട് സ്പീഡിൽ പോകാൻ പറ്റിയ ഒരേ ഒരു വണ്ടി ഇതാ. ട്രാഫിക് സിഗ്നല് പോലീസ് നോവേണ്ട ഒരു പ്രശ്നമില്ല. സ്റ്റാർട്ട് ചെയ്ത് വിട്ടെങ്കിൽ പോവാ. കിടന്ന് ചിലക്കാതെ വണ്ടി കയറാം. ഓക്കെ മുതലാളി. അച്ഛൻ ഞാൻ പുറകെ ഇരിക്കാം. ഹലോ ആകാശ്, ഹെലികോപ്റ്ററിൽ കേറിയോ? അതെ, ഞങ്ങളിപ്പോ പറന്നോണ്ടിരിക്കുക. ആരൊക്കെയാ? ഞാനും അർണോൾഡ് എന്ന് പറയുന്ന അംഗസ്വാമി. ദാസ് എന്ന ദേവദാസ്. അതല്ല, ഹെലികോപ്റ്ററിൽ സിഗ്നൽ കിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഇനി മുകളിലേക്ക് പോയില്ലേ? ഞങ്ങൾ ഇതുവരെ മോളിൽ പോയില്ല. ഓൾറെഡി ഒരു മോളിൽ പോയി. ശരി ശിവാനി, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ചേച്ചി ബോഡി കാണുന്നു. ഭർത്താവ് മരിച്ചാൽ അടങ്ങുന്നുണ്ടോ നോക്ക്. ഈ ബോഡിയാ പറഞ്ഞ മോമോട്. അല്ല എങ്ങനെയാ മരിച്ചേ? സിം കാർഡ് വിഴുങ്ങി. എന്നിട്ട് ഗവൺമെന്റിനെ പേടിച്ച് ആധാർ കാർഡും കൂടി വിഴുങ്ങിക്കളഞ്ഞു. അടിപൊളി. അല്ല ആധാർ കാർഡ് എന്തിനാ വിഴുങ്ങിയേ? എടാ ഇപ്പൊ സർക്കാരല്ല ആധാറുമായിട്ട് ലിങ്ക് അല്ലേ പറയണേ. ഇവൾ ആരെയും വിളിക്കുന്നത്? ഭർത്താവ് മരിച്ചിട്ട് കൂസിലില്ലല്ലോ. ആരെയും ചേച്ചി വിളിക്കുന്നേ? സെൽഫോൺ കമ്പനിക്കാ. എന്തിനാ? സിം കാർഡ് വിഴുങ്ങിയില്ലേ, അത് പെട്ടെന്ന് ക്യാൻസൽ ചെയ്യണ്ടേ? ഇല്ലെങ്കിൽ മാസം മാസം ബില്ല് വരില്ലേ? അതും ശരിയാ. ഇങ്ങനത്തെ ഒരുത്തിയാണല്ലോ കെട്ടിയത്. വിവരം കെട്ടവൻ. വെൽക്കം മിസ് കല്യാണി. താങ്ക് യു. ഹായ്. പ്രിയങ്ക ചോപ്ര. എന്തു സോപ്പറ? പ്രിയങ്ക ചോപ്രയാടാ. പ്രിയങ്ക ചോപ്ര അല്ല. അതുപോലെ തന്നെ ഹിന്ദി നടിയാന്നാ പറഞ്ഞ. നടിയ മലയാളി. വാ പോയി നോക്കാം. ശരി നമുക്ക് പോവാം. മാഡം ഒരു മിനിറ്റ്. മാഡം നിങ്ങൾ ഒരാളുമായി ഇഷ്ടത്തിലാണെന്ന കാര്യം സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അത് സത്യമാണോ? അതെ, ഞാനൊരാളെ സ്നേഹിക്കുന്നത് സത്യമാണ്. സിനിമയായിട്ട് ബന്ധപ്പെട്ട ആളാണോ മാഡം? അല്ല, ആളൊരു ബിസിനസ്മാൻ. വിഡോവർ, ഒരു കുട്ടിയുണ്ട്. തള്ളലടാ. നമുക്ക് അതിലേ പോവാം. തള്ളലേടാ. മാറാ. വഴിതാടാ. ചേച്ചി ഒന്ന് വഴി മാറുതാ. ഒന്ന് മാറി. വഴി മാറുതാ. മാറ് മാറ്. ഈ കാറിന്റെ മുകളിൽ കൂടെ കയറി പോയാലോ? അവിടെ മൊത്തം ബ്ലോക്കാ. നമുക്ക് കാറിനകത്തോട് പോവാം. അച്ഛാ, ഇത് അവര് വന്ന കാറാ അച്ഛാ. അതുകൊണ്ട് എന്താ ഒരു കുഴപ്പമില്ല. വാ. അതും നല്ലൊരു ഐഡിയ. കല്യാണം കഴിഞ്ഞ് അഭിനയിക്കോ മാഡം? അതിന് നിങ്ങളുടെ ഭാവി വരൻ സമ്മതിക്കോ മാഡം? ആളെപ്പോഴും എന്റെ പിന്നാലെ തന്നെ ഉണ്ടാവും. പറഞ്ഞ പോലെ അവര് പുറകെ തന്നെ ഉണ്ടല്ലോ. അല്ല, ഇത് നമ്മുടെ വ്യവസായ പ്രമുഖൻ രംഗസ്വാമിയുടെ മകൻ ഭാസ്കരൻ. മാഡം സാറ് വന്നിട്ട് ഒരുമിച്ച് കയറാം. സാർ ഒരു മിനിറ്റ്. നിങ്ങളും കല്യാണിയും തമ്മിൽ ഇഷ്ടത്തിലാണ് കേട്ടല്ലോ. സത്യമാണോ? കല്യാണിയോ? അതായത് നമ്മുടെ കല്യാണിയുടെ കാര്യം. അതിങ്ങനെ വെറുതെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്നല്ലേ. വെറുതെ പേടിക്കാണ്ട് പറയേ. എനിക്കിത് പേടി. എന്നാ പറ. നിങ്ങൾ കേട്ട കാര്യം സത്യം തന്നെ.
എത്ര നാളായി തുടങ്ങിയിട്ട് എത്ര നാളായി തുടങ്ങിയിട്ടെന്ന് ഒരുപാട് നാളായി. എപ്പോഴാ തുടങ്ങിയെന്ന് ഓർമ്മയുണ്ടോ? അത് കുറെ നാൾ മുമ്പ് എന്റെ വൈഫ് മരിച്ചുപോയി. അപ്പൊ തുടങ്ങിയതായിരുന്നു. ആ മുതലാളിയുടെ മനസ്സ് വിഷമിച്ച കല്യാണിനെ വേണമെന്ന് എന്നോട് പറയാ. പാതിരാത്രി ആയാലും ശരി എങ്ങനെയെങ്കിലും എത്തിച്ചു കൊടുക്കും ഞാൻ. നിങ്ങളുടെ കല്യാണം എപ്പോഴാ? നേരത്തെ കല്യാണം കഴിഞ്ഞ പറഞ്ഞില്ല, ആവശ്യമില്ല ചോദിച്ചോണ്ടിരിക്കണം. ഒന്ന് പോടോ, പോവാ മുതലാളി.